ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ എന്നും വരുപോലെ തന്നെ ഇന്ന് നടിയിലാട്ടോ. ഒന്നുകിൽ നടിയിൽ, അല്ലെങ്കിൽ വിളവെടുപ്പ്, അല്ലെങ്കിൽ പൂക്കളെ കാണിക്കലൊക്കെ ആണല്ലോ. ഇന്നും നടിയിൽ തന്നെയാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് എപ്പോൾ ഓരോന്നോരോ നട്ടുകൊണ്ടേ ഇരിക്കും. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യും നാളെ ഇപ്പം എന്ത് നടണം എന്നുള്ളതോ ഞാൻ ഒരുക്കി വെക്കും നടാനുള്ളതൊക്കെ. ഉരുളക്കിഴങ്ങ് നട്ടു, അങ്ങനെ ഓരോന്നോരോന്ന്. പിന്നെ ഇലച്ചെടി നട്ട്, പൂച്ചെടി നട്ട്, ചീരച്ചേമ്പ് നട്ട്, തക്കാളി നട്ട്, അങ്ങനെ ഓരോന്നോരോ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കൃഷി എടുക്കുന്നത് കണ്ടിട്ട് കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കൃഷി എടുക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കൃഷിയെടുത്ത് കൃഷി എടുക്കാനൊരാഗ്രഹം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടുന്നതൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് നടുന്നത്. അങ്ങനെ എല്ലാവരും കൃഷിക്കാരാവട്ടെ, നമുക്ക് മരുന്നടിക്കാത്ത നമുക്ക് കഴിക്കാമല്ലോ, കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ നടാൻ പോകുന്നത് കൂർക്കൽ നടുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കൂർക്കൽ നടാൻ പോകും കേട്ടോ. അപ്പം കൂർക്കൽ നടുന്നതൊക്കെ ഞാൻ ഫുള്ള് കാണിക്കും. ഇതിന് മുമ്പ് ഞാൻ കൂർക്കൽ നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും തണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം നിങ്ങളെ നടുന്നതെല്ലാം. എന്നാൽ വരി നമുക്ക് കൂർക്കൽ നടാലോ. ഞാൻ കൂർക്കൽ നടുന്നത് സാധാരണ നടുപോലെ തന്നെ സിമൻറ്റ് ചാക്ക് ഞാൻ കട്ട് ചെയ്തു, പകുതി ഞാൻ കട്ട് ചെയ്തു. കാരണം എന്താണെന്നറിയാം, കൂർക്കലിന് കുറേ ഹൈറ്റിലുള്ളത് വേണമെന്നില്ല, ഇങ്ങനെ പരപ്പാണ് വേണ്ടത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് 2 ചാക്കിലാക്കി, ഒരു ചാക്ക് 2 മാറ്റിയിട്ട് നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിമൻറ്റ് ചാക്കിലാണ് നടുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ നിലത്ത് വരമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നട്ട് ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ കുറേ കവറിലും നട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ആകെ 8 കിഴങ്ങേ ഞാൻ നട്ടുള്ളൂ കൂർക്കലിൻ്റെ. അതങ്ങോട്ട് ഉണ്ടായിട്ട് ഇങ്ങനെ പീസ് പൊട്ടിച്ച് എടുക്കുക തന്നെ. അങ്ങനെ ഞാൻ കുറേ ചാക്കിൽ നട്ടു. ഇനിയും നടാനുള്ള ആയി വന്നു. അപ്പോൾ ഞാൻ ഇതിൽ നടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സിമൻറ്റ് ചാക്കിലാണ് നടാൻ പോകുന്നത്. ഇനി അതിൽ സിമൻറ്റ് ചാക്കിൽ നടുന്നതിൻ്റെ മുമ്പ് എൻ്റെ കൂർക്കൽ തണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കൂർക്കൽ തണ്ടായി, വീണ്ടും ആയി. ഒരു 6-7 സിമൻറ്റ് ചാക്കിൽ ഞാൻ നട്ടു. പിന്നെ ഞാൻ വരമ്പ് പോലെ ഉണ്ടാക്കി അതിലും നട്ടു. ഇപ്പോൾ അതാ വീണ്ടും വന്നു. അപ്പോൾ ഇപ്പം ആണല്ലോ ഈ ഒരു സെപ്റ്റംബർ വരെ നടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ സെപ്റ്റംബർ ഇപ്പോൾ ആയല്ലോ, സെപ്റ്റംബർ പകുതി വരെയൊക്കെ ഉള്ളൂ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആണ് ഇതിൻ്റെ ശരിയായ സമയം. അപ്പോൾ മഴയായിട്ട് നമുക്കൊരു ഒഴിവില്ലല്ലോ നടാൻ. ഇന്ന് തന്നെ ഫുൾ മഴയാണ്. സൂര്യനൊന്നും കണ്ടിട്ട് കുറേ ദിവസമായി ഇവിടെ. അപ്പോൾ മഴയായിട്ട് ഇന്നും ചോർന്ന സമയത്ത് പുറത്തിറങ്ങിയത്. അപ്പോൾ അതാ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിട്ട്, ഒരു സിമൻറ്റ് ചാക്കിൽ അത്ര ഒന്നും വേണ്ട. അതാണ് എനിക്ക് കുറേ ഉണ്ടാവുന്നത്, കുറേ നടാൻ ആവുന്നത് ചാക്ക്. ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി. നമ്മൾ ചേമ്പൊക്കെ നടുന്നത് ചേമ്പും കണ്ടങ്ങ് കൊണ്ടുപോയി നടലല്ലേ. കാച്ചിൽ നടുന്നത്, ചേന നടുന്നത് അത് അങ്ങനെയാണല്ലോ. കപ്പക്കൊമ്പ് നടുന്നത്. എന്നാൽ ഇത് കിഴങ്ങ് നട്ട് മുളച്ച് അതിൻ്റെ തണ്ടാണ് നടുന്നത്. അപ്പം നമുക്ക് കൂർക്കൽ നടുന്നവർക്ക് മുൻകൂട്ടിയേ പ്ലാൻ ചെയ്യണം. അവർ ഇത് കൊണ്ടുപോയി നട്ട് മുളച്ചുണ്ടാകണം. എനിക്കിത് കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ 8 പോലും ഞാൻ ഈ പോട്ടിൽ അങ്ങ് നട്ടിരുന്നു. നട്ടപ്പല്ലേ ഇത് ഇങ്ങനെ ഇത്ര ഉഷാറിൽ ഇങ്ങനെ വരുന്നത്. ചെറുത് നട്ടാൽ മതി. അപ്പം ഞാൻ പോട്ടി മിക്സ് നിറക്കട്ടെ, നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ. ആദ്യം പോട്ടി മിക്സിലേക്ക് ഞാൻ മണ്ണ് നിറക്കട്ടെ. മണ്ണെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാ. ആദ്യം കുറച്ച് മണ്ണ് നിറക്കണം. മണ്ണൊന്ന് പരത്തി വെച്ചാലേ ഇനി ഇടുന്നതൊക്കെ. പിന്നെ ഞാൻ ഇടുന്നത് ചീമക്കൊന്നയാണ്. ചീമക്കൊന്നേൻ്റെ ഗുണം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇത് ചാണകത്തിന് പകരം ഉപയോഗിക്കുന്നത്. അത്രക്കും നല്ലതാണ് ഇത് ചെടികൾക്ക്. ചീമക്കൊന്നേൻ്റെ കമ്പ് നമ്മൾ വെട്ടിയെടുത്താൽ പിന്നെ ചീമക്കൊന്നമ്മ നിറച്ച് തളിരുണ്ടായിക്കോളും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തളിരുണ്ടാവും. ഇത് പച്ചിലക്കാണല്ലോ, നമുക്ക് ഇങ്ങനെ നിറച്ചിടാം. സിമൻറ്റ് ചാക്കിന് 2 അറ്റവും കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ നിന്നോളൂ. റൗണ്ടിൽ നിന്നാൽ നമുക്ക് കുറേ പോട്ടി മിക്സ് നിറക്കുക. പിന്നെ ചെരിഞ്ഞിങ്ങനെ വീഴൂര, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. സിമൻറ്റ് ചാക്കിന് 2 അറ്റവും കെട്ടിയാൽ മതി. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ.
ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. പെട്ടെന്ന് നമ്മൾ ഇടുന്ന ഈ പച്ചില കരിയില അതിനൊക്കെ വളമാക്കി മാറ്റുന്ന ജീവികൾ ഈ മണ്ണിലുണ്ട്. അതുകൊണ്ട് വേഗം അത് വളമാക്കി മാറ്റിയോളൂ. ഞാൻ വലിയ ചാക്കിൽ നിറച്ച് കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ കരിയിൽ നമ്മൾ കാണുകയില്ല, മണ്ണായി മാറിയിട്ടുണ്ടോ, നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ്. അപ്പോൾ ഞാനിതിടട്ടെ. ഇനി ഞാൻ എൻ്റെ പുല്ല് ചീഞ്ഞതുണ്ട്, അതിടട്ടെ. ഇനി നടുന്നത് പുല്ല് ചീഞ്ഞതാ. പുല്ല് എനിക്ക് കിട്ടിയത് എവിടുന്നാന്നുള്ളത് ഞാൻ പറയലുണ്ട്. ചീര തോട്ടം നന്നാക്കി ഇങ്ങോട്ട് ചെത്തി കോരിയെടുത്ത് നിറച്ച് പുല്ല കാട് പോലെ. അപ്പം അത് ഞാൻ ഒരു ചാക്കിലാക്കി കുത്തി നിറച്ചതായിരുന്നു. അതാണിത്. പിന്നെ പുല്ലൊക്കെ വളരണമെങ്കിൽ മണ്ണിൽ നിന്ന് ധാരാളം മൂലങ്ങൾ വലിച്ചെടുത്തിട്ടാണല്ലോ ഇത് വളരുന്നത്. അപ്പോൾ ആ പുല്ലിനെ തന്നെ നമ്മൾ മണ്ണിൽ നടുന്ന ഈ പോട്ടിലങ്ങിട്ടാൽ ഈ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായി മാറും. മണ്ണിൻ്റെ ഘടന തന്നെ മാറും. അപ്പോൾ ഇതൊക്കെ നല്ല വളക്കൂറുള്ളതാണ്. ഇതിൽ പുല്ലിൽ മണ്ണുണ്ടാവുമല്ലോ, മഴക്കാലത്താണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പം ആ മണ്ണൊക്കെ ഇതിനെ വേഗം വളാക്കി മാറ്റിയോളൂ. കുത്തി അങ്ങ് നിറച്ചു കൊടുക്കുക. ഇത് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാം. ഇതങ്ങനെ അങ്ങ് നിറച്ചാൽ മതി. കൈക്ക് ഉറയൊക്കെ ഇടണം കേട്ടോ. ഞാൻ ഉറയിട്ടില്ല എന്ന് വിചാരിച്ച് ഉറയിടാണ്ടിരിക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ കൃഷിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി. ഞാനത് പണ്ടേ കൃഷി എടുക്കുന്ന ആളാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വളം ഇങ്ങ് മാറിക്കോളൂ. ഈ കൂർക്കൽ ഇപ്പം നട്ടാൽ നമുക്ക് ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴാണ് വിളവെടുക്കാനാവുക. ഇപ്പോൾ വേനൽ സമയത്താകുമ്പോൾ അത് നനച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. കൂർക്കലിന് അങ്ങനെ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് വെണ്ണീരൊക്കെ നല്ലതാണ്. ഞാൻ വെണ്ണീരിടും. ചാണകമൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയില്ല. എൻ്റെ ഇങ്ങനെയാണ് എൻ്റെ വളം. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വെണ്ണീരിടുക കേട്ടോ. വെണ്ണീരെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാകുന്നില്ല. വെണ്ണീരെന്ന് പറഞ്ഞാൽ ചാരം, വിറക് കത്തിച്ച് ചപ്പി ചോറൊക്കെ കത്തിച്ച ചാരം കേട്ടോ. എന്നോട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്നോട് കമൻറ്റ് ചോദിക്കലുണ്ട്, എന്താ ഈ വെണ്ണീരെന്ന് പറഞ്ഞാൽ. അപ്പോൾ ചാരം ഇതാണ് കേട്ടോ, ചാരം. വെണ്ണീരെന്ന് ഇവിടെ പറയുന്നത് ചാരം. ഇതൊക്കെ നല്ലതാണ്. കൂർക്കൽ അങ്ങ് ഇട്ട് കൊടുത്താൽ കൂർക്കൽ കപ്പ അതിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തണ്ട് അടിയിൽ പൊയ്ക്കോളൂ. പക്ഷെ ഞാനിത് മേലെയാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാ അത്രയും കുത്തി നടക്കുന്നതെന്നില്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതങ്ങ് ഇരിക്കും, അമരും. അപ്പം നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കേണ്ടി വരും. കാണുമ്പോൾ ഇപ്പം നിറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെ കൂർക്കൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങ് അമർത്തുക, മാക്സിമം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഞാനിതിൽ കുറേ പച്ചിലിട്ട്, പുല്ല് ചീഞ്ഞത് കുറേ ഇട്ട്, കുറച്ച് മണ്ണിട്ട്, വെണ്ണീരിട്ട്, ഇനി ഞാൻ മേലെ മണ്ണിട്ടിട്ട് കൂർക്കലിൻ്റെ തണ്ട് നടാൻ പോവുക കേട്ടോ. മണ്ണൊക്കെ ഞാൻ പുറത്ത് നിന്ന് വാരിക്കൊണ്ടോന്നാ. എല്ലാം ഇവിടെ അകത്തേക്ക് മാറ്റിയതാ. പുറത്തേക്കാൻ പറ്റൂലല്ലോ, മഴയല്ലേ. ഇപ്പം അതാ മഴ ചാറുന്നുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ മഴ ആയിട്ട് കുറേ ദിവസമായി. മഴനെ കുറ്റം പറയുന്നില്ല. മഴ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയില്ല, കൃഷി എടുക്കാൻ പറ്റൂല. കൃഷി ഇല്ലെങ്കിൽ നമുക്ക് തിന്നാൻ ഉണ്ടാവില്ല, തിന്നാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ കൃഷി നിർബന്ധമാണ്, മഴ നിർബന്ധമാണ്. എല്ലാം എല്ലാത്തിനും ഇവിടെ ഒരു കണക്കുണ്ട്. ഞാൻ മേലെ മണ്ണിട്ട് ഇനി ഞാൻ തണ്ട് കുറച്ച് വെട്ടിയ കണ്ടില്ലേ, അത് പോരാ, കുറച്ച് അധികം വെട്ടിയെടുക്കട്ടെ. വെട്ടിയെടുത്ത് നട്ട് കാണിച്ചു തരാം. ഞാനിങ്ങനെ വട്ടത്തിലാക്കുന്ന കുറേ അങ്ങ് നടാന്ന് വിചാരിച്ചിട്ടാ. കൂർക്കലിൻ്റെ തണ്ട് ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് കൂർക്കൽ നടുമ്പോൾ തണ്ട് പൊട്ടിച്ച് കൂടിപ്പോയി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു ചെടീൻ്റെ മുരട്ടം ഇട്ട് കൊടുത്ത് എപ്പോഴെങ്കിലും ഒഴിവുണ്ടാകുമ്പോൾ നടാന്ന് വിചാരിച്ചു. വേര് വെച്ച് ഇതൊക്കെ
ഇതിനൊക്കെ വേര് വന്ന് കണ്ടോ, എന്താ ഇതിനൊക്കെ വേര് വന്ന്. ഞാൻ ഇതങ്ങ് പൊട്ടിച്ച് നടാന്ന് വിചാരിച്ചു. കുറച്ചൊരാഴത്തിൽ നടണം, കുറച്ച് 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇറക്കിയിട്ട്. ഞാൻ നടാൻ തുടങ്ങി. കൂർക്കൽ തണ്ടിന് തന്നെ നല്ലൊരു മണമാണ്. ഈ കൂർക്കൽ നമുക്ക് നല്ല സൂര്യപ്രകാശം വേണം അത് ഉണ്ടാവണമെങ്കിൽ. നല്ല സൂര്യപ്രകാശം നേരിട്ട് തട്ടണം. പിന്നെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. നിങ്ങളാരെങ്കിലും ഒക്കെ കൂർക്കൽ കൃഷി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ നട്ട് എന്നുള്ളതും പറയണം. അപ്പം കൂർക്കലിൻ്റെ നടുന്ന ടൈം ഇത് കഴിയാൻ പോവുക. സെപ്റ്റംബറായി. ഇതിന് 5 മാസം തൊട്ട് 6 മാസം വരെയാണ് ഇതിൻ്റെ കണക്ക് വിളവെടുപ്പിൻ്റെ. ഈ തണ്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. തണ്ട് ഇങ്ങനെ ആരാ ഇങ്ങനെ വിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. തണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. 5-6 കൂർക്കലങ്ങ് കറി വെക്കാൻ കൊണ്ടുവരുന്ന അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, മുളക്കൂ. അധികമൊന്നും വേണ്ടെന്ന് ഞാനിതിപ്പോൾ എൻ്റെ വെയിലുള്ള ഭാഗത്തേക്ക് ഇതിങ്ങനെ മാറ്റി വെക്കാലോ, അത് വിചാരിച്ചാൽ ഞാൻ ചാക്കിൽ നടുന്നത്. ഒരു സിമൻറ്റ് ചാക്കനെ 2 മാറ്റി 2 ഇടാൻ ഞാൻ നടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൂർക്കലാണ് നടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടിട്ട് എല്ലാവരും ഒക്കെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചു കൊണ്ട് നടുകയാണെന്നുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ എന്നുള്ളത് ഞാൻ A to Z വരെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കൂർക്കൽ ഒരു ചാക്കത്തെ കൂർക്കൽ നട്ട് കഴിഞ്ഞു. ഇനി ഞാനിത് ഒരു കുറച്ച് ദിവസം ഞാനിവിടെ ഇനിയിപ്പം വെയിലില്ല, ഇപ്പോൾ പുറത്ത് വെക്കാം. എന്നിട്ട് പിന്നെ ഞാൻ വെയിലുള്ള ഭാഗം പുറത്ത് കൊണ്ടുപോയി വെക്കും. എൻ്റെ റോഡിൻ്റെ സൈഡ് പുറത്ത് ഇത് ചാക്കിലായിട്ട് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചാക്കിലാക്കിയത്. എൻ്റെ ചാക്കിലാക്കിയ കൃഷികൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. ഈ മുറ്റം നിറച്ചു കൃഷികളാണ്. ഒരു ഭാഗത്ത് തക്കാളി ഉണ്ട്, ചീരച്ചേമ്പുണ്ട്, കാബേജ് ഉണ്ട്, പിന്നെ കൂർക്കല്ല ഉരുളക്കിഴങ്ങുണ്ട്. ഇനിയിപ്പോൾ അത് കൂർക്കൽ വന്ന് ചേമ്പ് ഇവിടെ ഉണ്ട്, വലിയുള്ളി ഉണ്ട്, കുറേ ഉണ്ട്. ഇതിനൊക്കെ ഒതുക്കി വെക്കണമെങ്കിൽ മഴ ഒന്ന് കുറച്ച് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഞാൻ കൂർക്കൽ നട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഹൈറ്റില്ലാത്തതായത് കൊണ്ടേ പരത്തി അങ്ങ് നട്ടതാ. ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് ഞാൻ സിമൻറ്റ് ചാക്കിലാണ് നടുന്നെന്നുള്ളത്. ഇതാ സിമൻറ്റ് ചാക്കിൽ കാബേജ് നട്ട്, ഇവിടെ ഇതാ വേറൊരു സിമൻറ്റ് ചാക്ക് കാബേജ്, ഇത് ഉരുളക്കിഴങ്ങ്. ഇവിടെ ആയി വരുന്നേ ഉള്ളൂ കാബേജ്. ഇത് ഞാൻ മെലസ്റ്റോമ തളിര് കൊണ്ടുപോയി നട്ടു കൊടുത്തതാ തയ്യായി വരാൻ. ഇതാ തക്കാളി തൈ ഇതാ ഇവിടെ. ഇതൊക്കെ ഇതാ സിമൻറ്റ് ചാക്കിൽ തക്കാളി. ഇവിടെ അതാ ഇത് ചീരച്ചേമ്പ്, ഇത് തക്കാളി. ഞാൻ അങ്ങനെ ഓരോ സിമൻറ്റ് ചാക്ക് ഒന്നും ഞാൻ കളയൂല. ഇങ്ങനെയൊക്കെ നട്ടാൽ നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കാമല്ലോ. ഇതെൻ്റെ ചതുരപ്പയർ കേട്ടോ. ചതുരപ്പയർ ഞാൻ വിളവെടുത്ത് തോരനുണ്ടാക്കി കഴിച്ചു. ഇതാ ചതുരപ്പയർ ഉണ്ടായിട്ടുണ്ട്. ഇതാ രണ്ടാമത് പറിക്കാനാകുന്നുണ്ട്. എൻ്റെ പൊന്നാങ്കണ്ണി നട്ടതാ. ഇതാ സ്ഥലമില്ലാത്തവർക്കൊക്കെ പറ്റുന്ന മാർഗ്ഗമാണ് ഇത്. വീടിൻ്റെ ഒരു സൈഡിൽ അങ്ങ് നട്ടു കൊടുക്കുക. അങ്ങനെ തൂക്കിയിട്ടാൽ മതി, ഹാങ് ചെയ്താൽ. ഇത് ഉള്ളി ഉഷാറാകുന്നുണ്ട്. ഇതിലിതാ ഉള്ളി. കുപ്പിൻ്റെ പള്ളഭാഗം വെട്ടിയിട്ട് ഇത് ഞങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരുന്നതാട്ടോ. അപ്പോൾ എൻ്റെ കൂർക്കൽ കൃഷി ഇവിടെ കഴിഞ്ഞു ഇന്നത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ചാക്കിൽ നട്ടതൊക്കെ ഓരോന്നോരോന്നൊക്കെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ. എൻ്റെ ബാക്കിലുള്ളത് ചാക്കിൽ നട്ട കപ്പയാണ്. ഇത് കണ്ടോ, നല്ല ഉഷാറുണ്ടായിട്ടുണ്ട്. കപ്പയൊക്കെ ചാക്കിൽ നട്ടാൽ നല്ല ഉഷാറുണ്ടാവും. അവിടെയൊക്കെ ഇഞ്ചിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.